ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻറ്റ് പ്രകാരം ഞാനിവിടെ ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുറച്ച് വെറൈറ്റി ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ഐവറി ഷീറ്റാണ്. അപ്പോൾ അതില്ലാന്നാണെങ്കിൽ നമുക്കൊരു ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് അതൊന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് കൊടുക്കാൻ ഞാനിവിടെ ഒരു 6 സെൻറ്റിമീറ്റർ എന്ന പോലെയാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്കെയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം പറഞ്ഞ മനസ്സിലാവുന്ന അറിയില്ല, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് ചെയ്തും കൂടി നോക്കാം. ഈ കാർഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് പതുക്കെ ഒന്ന് തള്ളി കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റെപ്പ് പോലെ കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി മടക്കുക. എന്നിട്ട് തിരിച്ചു വെച്ചിട്ട് ഒന്നും കൂടി മെഷർമെൻറ്റ് കൊടുക്കുക. ഞാൻ അവിടെ 3 സെൻറ്റിമീറ്റർ ആണ്, ഒരുപോലെ കിട്ടാനാണ് കേട്ടോ ഈ മെഷർമെൻറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നേരത്തെ പോലെ. അപ്പോൾ ടോപ്പ് ലെയർ മാത്രം കട്ട് ചെയ്യുക, താഴത്തെ ലെയർ കട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ രണ്ടും കൂടി കട്ട് ചെയ്തിട്ട് ആകെ കൊള്ളായിട്ട് ഇതെൻ്റെ സെക്കൻഡ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ പോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പതുക്കെ ഇപ്പുറത്തൊന്ന് തള്ളി കൊടുത്താൽ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ലെയർ കിട്ടും കേട്ടോ. ഇതുപോലെ ഒരു ലെയറും കൂടി വേണം. അതിനായിട്ട് വീണ്ടും മടക്കുക. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ എങ്ങനെ മെഷർമെൻറ്റ് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഫസ്റ്റ് ലെയർ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, താഴത്തെ കട്ട് ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്തിട്ട് നേരത്തെ പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കാർഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പതുക്കെ ഇപ്പുറത്തൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തേർഡ് ലെയറും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ കാണുമ്പോൾ കുറച്ച് പാടായിട്ടൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര സിമ്പിളാണ്, എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ ആകെ കട്ട് ചെയ്യുന്ന ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ അവിടെയാണൊന്ന് തെറ്റിപ്പോയത്. ഇനി ഇവിടെ ക്യാൻഡിൽസ് ഞാൻ വരച്ചു കൊടുക്കേണ്ട. ആദ്യം ഒരു ലൈറ്റ് ബ്ലൂ ചെയ്തപ്പോൾ അത് അത്രയ്ക്ക് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ചും കൂടി ഡാർക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. പിന്നൊന്നുമില്ല, ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് ആർക്കാണ് നിങ്ങൾ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കണത് അവരുടെ പേരും കൂടി എഴുതാം. പിന്നെ കുറച്ച് ഡെക്കറേഷനൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ വരച്ചൊക്കെ കൊടുക്കേണ്ട. ഒരു സ്റ്റാറൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലവ് സിമ്പിളും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേറൊരു ഹാർട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കാണ് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ അവരുടെ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള കോഡ്സൊക്കെ എഴുതി കൊടുക്കാം. ഞാൻ ഇതുപോലെ പിൻട്രസ്റ്റൊക്കെ നോക്കിയിട്ട് ഓരോ കോഡ്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തോ ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ സ്റ്റിക്കേഴ്സ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാട്ടോ. ഞാൻ തന്നെ വരച്ചിട്ട് 3D മോഡലിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തു വന്നപ്പോൾ നല്ല ക്യൂട്ടായിട്ടൊക്കെ തോന്നി. ആ ഇൻകംപ്ലീറ്റ് എന്നുള്ളത് മാറി ഒരു കംപ്ലീറ്റ് ഫിൽനെസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടിയത് പിൻട്രസ്റ്റിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ കാർഡ് ഉണ്ടാക്കിയത്. ബാക്കി കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എൻ്റെ ഐഡിയ ആണ്. ഇനി ഈ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് കൊടുക്കാനായിട്ട് വേറൊരു ഐവറി ഷീറ്റ് എടുത്തിട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പേജ് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അവിടെയും കൂടി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാർഡ് വന്നിട്ട്. ഇത്രയേ ഉള്ളൂ. ആ ഒരു സ്റ്റിക്കേഴ്സൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അതൊന്ന് പറയാം. ഇനി ബർത്ത്ഡേ കാർഡ് അല്ല വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സൈഡ് വ്യൂ സ്റ്റെപ്പ് പോലെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.